ലീപ് ഫോർവേഡ് എന്ന പദ്ധതി കൊണ്ടുവന്നിട്ട് വ്യാവസായികമായി ചൈനയെ അങ്ങോട്ട് ഉയർത്താൻ തീരുമാനിച്ചു. പിന്നെ അവിടെ സാംസ്കാരിക വിപ്ലവം എന്ന വേറൊരു പരിപാടി കൊണ്ടുവന്നു. എന്താ വെച്ചാൽ മടിയന്മാരാന്ന് കരുതുന്ന എല്ലാവരും പിടിച്ച് അടിച്ച് പണിയെടുപ്പിക്കുക, പാതിരിമാരെ പിടിച്ചുകൊണ്ടെന്ന് കന്നുകുട്ടിക്കുക, ബുദ്ധസന്യാസികളെ കൊണ്ടുവന്ന് കളപ്പിക്കുക, സർവകലാശാല പ്രൊഫസർമാരെ കൊണ്ട് ചെരുപ്പ് തിന്നിക്കുക. അതൊക്കെ ഭ്രാന്തല്ലേ? ഓരോ തൊഴിൽ എങ്ങനെയാണ് സമൂഹത്തിൽ വരുന്നത്? അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ലേ? അങ്ങനെ മാവോയുള്ള ഭ്രാന്തൻ നയങ്ങളൊക്കെ നടപ്പാക്കി. കൃഷിയൊന്നും വേണ്ടാണ്, എല്ലാവരോടും ഇരുമ്പുരിക്കാൻ പറഞ്ഞു. എല്ലാ എല്ലാം വെടിവെക്കും, ഇരുമ്പുരിക്കല്ലേ പട്ടാളം വെടിവെക്കും. അവിടെ എല്ലാ പാവങ്ങളും എന്ത് ചെയ്തു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓട്ടോ പിച്ചൊക്കെ എടുത്തും വ്യവസായം തുടങ്ങാണ്. വീടിന്റെ മുകളിൽ ഒരു കുടിൽ വ്യവസായം പോലെ എന്തോന്ന് കെട്ടിണ്ടാക്കി, എന്നിട്ട് അതിനൊക്കെ തീയിടാൻ തുടങ്ങി. അങ്ങനെ തീയും പോകുക അങ്ങനെ മേലോട്ട് പോയി. എന്താ സംഭവിച്ചത്? ജനം പട്ടിണി കിടന്ന് മരിച്ചു, കാർഷിക വ്യവസ്ഥ നശിച്ചു. പെട്ടെന്ന് ഒരു അഗ്രികൾച്ചർ വ്യവസ്ഥയെ, ഇൻഡസ്ട്രിയൽ വ്യവസ്ഥയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക? ജനങ്ങൾ എന്ത് ചെയ്യും? ഇരുമ്പ് വിക്കിയിലെ പട്ടാളം വെടിവെക്കും. ഇങ്ങനെ 66 മുതൽ 76 വരെയുള്ള സാംസ്കാരിക വിപ്ലവകാലത്ത് ആയിരങ്ങളാണ് ദുരിതം സഹിക്കാതെ ആത്മഹത്യ ചെയ്തത്. തമാശ പറയില്ല, നെറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ആയിരക്കണക്കിന് ആളുകൾ ആത്മഹത്യ ചെയ്ത്. എന്തിനാണ് പരസ്യമായി ആത്മഹത്യ ചെയ്തത്? ഇവരെ പാരച്യൂട്ടുകൾ എന്നാ പറയാം. എന്തിനാണ് പരസ്യമായി ആത്മഹത്യ എന്ന് വെച്ചാൽ മറ്റ് മിസ്സിംഗ് കേസ് ആയാൽ അവരെ കുടുംബത്തെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് ഇവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പനായി വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി എല്ലാവരും കാണാൻ താഴോട്ട് ചാടി. ഞങ്ങളുടെ മരണത്തിൽ ആർക്കും പങ്കില്ല, ജീവിതം അടുത്തുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം എന്നിട്ട് താഴോട്ട് ചാടി മരിക്കുന്നു. അവരെയാണ് പാരച്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 5.5 കോടി ജനങ്ങളെ കൊന്നു. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പുസ്തകജന്യമായ അന്ധവിശ്വാസമാണ്. പക്ഷേ മാർക്സിസത്തിനേക്കാൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയ സാധനമാണ് മാവോ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ പല ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇതിന് തീവ്രത പോരാ, ഐസിസിന് തീവ്രത പോരാനായിട്ടാണ് ഒരു വേറെ ടീം ഉണ്ടായത്. അതേപോലെ തന്നെ ഈ മാർക്സിസത്തിന് അത്ര തീവ്രത പോരാണ് മാവോ കുറച്ചാണ് കൈമന്നിട്ടാണ് മാവോയിസം എന്ന സാധനം ഉണ്ടാക്കി. അതിഭീകരമായ കേന്ദ്രീകൃത ജനാധിപത്യം വരുന്ന എല്ലാ അധികാരങ്ങളും പാർട്ടിയിലേക്ക് കണ്ടിരിക്കുന്ന ആ വൃത്തികെട്ട സാധനത്തെ പൂവിട്ട് പൂജിക്കാനും മാവോയുടെ ചിത്രം വെച്ച് സെലൂട്ട് അടിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. ഇന്നും കേരളത്തിൽ മാവോയിസ്റ്റുകൾ എന്ന വലിയ ചങ്കാണ്.